ഈ ക്രൈസ്തവരുടെ മറ്റൊരു ക്യാമ്പാണ്. ഇതിലേറ്റവും വേദനിപ്പിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്, ഈ വീഡിയോയ്ക്ക് നിങ്ങൾ കുറേ നോക്കുമ്പോൾ ഒരു വീട് കാണും. അദ്ദേഹത്തിൻ്റെ പുരയിടമാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥലമാണിത്. അദ്ദേഹമാണ് ഈ ക്യാമ്പ് ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അത് ഇവിടെ ഗവൺമെൻറ് ഇവിടെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഗവൺമെൻറ്റുകാർ ക്യാമ്പുകൾ കാര്യമായിട്ടൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ക്രൈസ്തവ സഭകളും സന്നദ്ധ സംഘടനകളുമാണ് ഇവിടെ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 90 ആളുകൾ നേരത്തെ ക്യാമ്പിൻ്റെ അകത്തുനിന്നും ആളുകൾ വീട് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇവിടെയും അതുപോലെ തന്നെ ആളുകളാണ് വീട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ വീടുകളും ഇവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഇനി ഇവർക്ക് ജീവിതം ആരംഭിക്കണമെങ്കിൽ ഇവർ പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം. ഇവർ നോക്കുന്നത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെയാണ് നോക്കുന്നത്, കേരളത്തിലെ ക്രൈസ്തവരെയാണ്, കേരളത്തിലെ എല്ലാ ജനങ്ങളെയുമാണ് ഇവർ നോക്കുന്നത്. അതുകൊണ്ട് ഒരു തവണ കൂടി ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം മലയാളക്കാരെ, എൻ്റെ സ്വന്തം ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ മണിപ്പൂരിൽ നിങ്ങൾ വീക്ഷിക്കരുത്. നിങ്ങൾ മണിപ്പൂരിലേക്ക് വരണം. നമ്മളവിടെ കാണുന്ന ഫിഗർ അല്ല, അവിടെ കാണുന്നതല്ല മണിപ്പൂരിൻ്റെ കഥ. നിങ്ങളിവിടെ ഇറങ്ങി വരണം. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ നാടും ഈ ജനതയും ഒക്കെ കാണണം. എത്ര നല്ല മനുഷ്യർ. ഇവരെയാണോ നമ്മൾ ഇത് ആക്ഷേപിച്ചത്? ഇത്രയും നല്ല ജനതയാണോ? ഈ ജനതയോട് ചെയ്ത ഈ അനീതിയിൽ, ഇവരനുഭവിക്കുന്ന കഷ്ടതയിൽ, വേദനയിൽ ഒരു തവണ നമുക്ക് വേദന നമുക്ക് ചേർന്ന് നിൽക്കണം. ഇവരോട് നമുക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ, അതുകൊണ്ട് കേരളത്തിലുള്ള ആളുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള, നിങ്ങൾ ഇവിടെ വരണം. ഇവിടെ വന്ന് ഇവരെ കാണണം. ഇവരോട് സമയം ചെലവഴിക്കണം. അപ്പോഴാണ് നിങ്ങൾ ഇവരനുഭവിക്കുന്ന ഈ വേദനയുടെ, അനുഭവിക്കുന്ന ഈ കഷ്ടതയുടെ, ഈ പ്രയാസത്തിൻ്റെ എല്ലാ ആഴങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു.